If you are new to this channel, please subscribe. Okay guys, അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇതിൻ്റെ എക്സോസിനോടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ആ സൗണ്ടാണ് ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫീൽ. അതിൻ്റെ ഡീകംപ്രസറിന് അടിക്കുന്ന ആ ഒരു സൗണ്ടും ഇതിൻ്റെ എക്സോസിനോട് കൂടി ഇതാണ് അതിൻ്റെ ശരിക്കും ഒരു ഫീലിംഗ്. ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു 30 വർഷം പഴക്കമുള്ള ഒരു ബുള്ളറ്റിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ട മാതിരി തന്നെ ഇപ്പോൾ ഇത് ഡെസേർട്ട് സ്റ്റോം ആണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഡെസേർട്ട് സ്റ്റോമിൻ്റെ ഒരു പെയിൻറ്റ് പുള്ളി അടിച്ചെന്നുള്ളൂ. ശരിക്കും ഇതിൻ്റെ കളർ വേറെ ആയിരുന്നു. പുള്ളിക്കാരനെ ഇത് മാറ്റി അടിച്ചേക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കണ്ട ബെല്ലൈക്കൺ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. കാരണം ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഗിയറൊക്കെ വരുന്നത്. 2 ഗിയർ ലിവർ വരുന്നുണ്ട്. ഇത് ന്യൂട്രലിന് മാത്രം സെപ്പറേറ്റ് ഉള്ള ഒരു ലിവറാണ്. ഇത് നമ്മുടെ മെയിൻ ലിവർ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മേലേക്കും ബാക്കിയെല്ലാം അടിയിലേക്കാണ്. ഇതിൽ 4 ഗിയറാണുള്ളത്. ഇത് ന്യൂട്രലാണ്. ഇപ്പോൾ നമ്മൾ 4th-ലും 3rd-ലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ നേരിട്ട് ഇതിലേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നേരിട്ട് ന്യൂട്രലിലേക്ക് വീഴും. ആണ് ഇതിൻ്റെ മെയിൻ ഒരു വേറെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ബ്രേക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് പറയുന്നത് ന്യൂട്രൽ ഫൈൻഡർ എന്നാണ്. ന്യൂട്രൽ ഫൈൻഡർ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലിലേക്ക് സ്ട്രെയിറ്റ് നമുക്ക് പോകാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലേക്ക് ഇട്ട് മേലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ അതിനുശേഷം അടിയിലേക്ക് 2nd, 3rd, 4th അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ന്യൂട്രലിലേക്ക് വരണമെങ്കിൽ ഇതിലേക്ക് നേരിട്ട് അമർത്തിയാൽ മതി. സോ അപ്പോൾ ഇത് നേരിട്ട് ന്യൂട്രലിലേക്ക് വരും. പിന്നെ അതുപോലെ നമ്മൾ ഓരോ ഗിയർ ഇടുമ്പോൾ ഇത് കണ്ടോ, ഇത് മേലേക്ക് ഇങ്ങനെ പോകും. ഇവിടെ ഒന്ന് ന്യൂട്രൽ 1, 2, 3, 4 അങ്ങനെ ഉണ്ടായിരുന്നു. ബട്ട് അത് ഇത്ര വർഷമായതുകൊണ്ട് അത് മാഞ്ഞു പോയതാണ്. എൻജിൻ ഓയിൽ ഇതിൽ 2.7 ലിറ്റർ എൻജിൻ ഓയിലാണ് ഇതിൽ ഒഴിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. ഇനി ഇവിടെ ഒരു ഷാഫ്റ്റ് പുള്ളിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു 6 to 7 പുള്ളീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഇവിടെ വരുന്നത് ഇവിടെയാണ് ഒരു അഡ്ജസ്റ്റിംഗ് പോയിന്റ് ആണ്. ഇതിലേക്ക് 2 ടാപ്പറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത് ഇവിടെയാണ്. ഓയിൽ ഫിൽറ്റർ വരുന്നത്. പിന്നെ എൻജിൻ ഓയിൽ ഇതിൽ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്കെയിലുണ്ട്. ഇവിടെയാണ് നമ്മൾ ഗിയർ ഓയിൽ ഒഴിക്കുന്നത്. ഇത് 2 സെപ്പറേറ്റ് ഇതായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കിക്കർ സ്പ്രിങ് ഒക്കെ ഉണ്ട്. ഇതിൽ ക്ലച്ച് കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലച്ച് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഷാഫ്റ്റിലേക്ക് സ്ട്രൈറ്റ് കണക്ട് ചെയ്തൊക്കെയാണ്. ഇത് മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൻ്റെ അളവ് വളരെ വീതിയിലാണ്. അതുകൊണ്ട് അതിൻ്റെ ഫയറിംഗ് ചേമ്പർ വളരെ ബിഗ്ഗാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സൗണ്ട് തന്നെ നല്ല ടക്ക് 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 ടക്കാന്നുള്ള അടിക്കുന്ന സൗണ്ട് വരുന്നത്. ഇനി സൈലൻസറിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഇതിൻ്റെ എൻജിൻ്റെ തന്നെ പ്രത്യേകത കൊണ്ടാണ് ഇത്രയും നല്ലൊരു സൗണ്ട് വരുന്നത്. ഇവിടെ നമുക്കൊരു കേബിൾ പോലെ കാണാൻ പറ്റുന്നില്ലേ, അതാണ് എൻജിൻ ഓയിൽ സർക്യൂട്ട്. ഇതിലേക്കൂടെ എൻജിൻ ഓയിൽ ഫുള്ള് സർക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ ഒരു വാൽവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വരുന്നത് എയർ ഫിൽറ്ററാണ്. പിന്നെ ഇവിടെ ഉള്ള ഒരു ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി ബോക്സാണ്. ഇപ്പോൾ ഇപ്പുറ സൈഡും അപ്പുറ സൈഡും 2 സൈഡിലും യൂട്ടിലിറ്റി ബോക്സ് ഉണ്ട്. പിന്നെ ഇഗ്നേഷൻ കോയിലുണ്ട്. ഇഗ്നേഷൻ കോയിലിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഒരു ചെറിയൊരു ഡപ്പ പോലത്തെ ഒരു ഇതാണ്, കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാർബറേറ്റർ സൈഡ് ഇതാണ്. അപ്പോൾ അതിൽ വരുന്നൊരു മെയിൻ സാധനമുണ്ട്. ഇവിടെ ചോക്ക് വരുന്നുണ്ട്. അതിപ്പോൾ രാവിലെ നമ്മൾ വണ്ടി എടുക്കാനൊക്കെ പ്രയാസമൊക്കെ നമുക്ക് ചോക്കൊക്കെ വലിച്ചടിക്കത്തില്ലേ, അതാണ് ചോക്ക് ഇവിടെയുണ്ട്. ഈ കാർബറേറ്ററിൽ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇവിടെ ട്യൂണറുണ്ട്. അതിലാണ് നമ്മുടെ വണ്ടി സ്പീഡും അതൊക്കെ ട്യൂണിങ് ചെയ്യുന്നത്. ഇത് കാസ്റ്റൻ കാർബറേറ്ററാണ്.
റോയൽ എൻഫീൽഡ് ആൾക്കാർ ഉപയോഗിക്കുന്നവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈലൻസർ ഭയങ്കര റെഡിഷായി പോകുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ട്യൂണിംഗ് ഒക്കെ ഇവിടെയാണ്. ട്യൂണിങ് കറക്റ്റ് അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന എന്ന് പറഞ്ഞാൽ റെഡ് ഫയറാണ് പുറപ്പെടുവിക്കുന്നത്. അത് ശരിക്കും ബാഡാണ്. അതുകൊണ്ടാണ് ഇത് റെഡായി മാറുന്നത്. ഇത് ബ്ലൂ ഫയർ ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് നോർമലായിട്ടിരിക്കും, ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവില്ല. ഈവൻ അത് ഇതായതിനു ശേഷം പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നല്ലോണം അതിന് ക്ലീനിങ് ചെയ്യുന്നത് നല്ല പണിയാണ് ശരിക്കും. ഇനി വണ്ടിയുടെ ഇപ്പുറത്തെ വശത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെയിൻ സോക്കറ്റ് എല്ലാം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇതിൻ്റെ ബ്രേക്കും ബാക്ക് ബ്രേക്ക് എല്ലാം ലെഫ്റ്റ് സൈഡിലും ഇതിൻ്റെ ഗിയറെല്ലാം റൈറ്റ് സൈഡിലായതുകൊണ്ട് ചെയിൻ സോക്കറ്റ് ഇപ്പുറത്താണ് വരുന്നത്. നേരത്തെ പറഞ്ഞു 2.7 ലിറ്റർ നമുക്ക് ടോട്ടൽ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ 2.5 ലിറ്റർ നമ്മൾ അപ്പുറത്ത് എഞ്ചിനിൽ ഒഴിച്ചതിന് ശേഷം ബാക്കി ഉള്ള ഓയിൽ നമുക്ക് ക്ലച്ച് ഓയിലാണ്, അത് ഇതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടതാണ്. പിന്നെ മെയിൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡൈനാമിക് ഓയിലെല്ലാം അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്, ഡിസ്ട്രിബ്യൂട്ടർ പോയിൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലോ സ്പീഡും എല്ലാ അറേഞ്ച്മെൻറ്റും എല്ലാം ചെയ്യുന്നത് ഇതിലാണ്, എല്ലാ പരിപാടിയും ഇതിലാണ് ചെയ്യുന്നത്. ഇതിൽ ബ്രഷ് പോലത്തെ ചെറിയൊരു സാധനമുണ്ട്, അത് മുകളിലേക്ക് അടിയിലേക്കും മൂവിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ കറണ്ട് പാസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ വണ്ടി വർക്ക് ചെയ്യാനുള്ള മെയിൻ ഒരു ഇത്. അപ്പോൾ ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവത്തില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഒരു സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇപ്പോഴത്തുള്ള സ്റ്റാൻഡേർഡിൻ്റെ അതേ ഒരു പോലത്തെ ഒരു ലൈറ്റ്സ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്, ബാക്ക് ലൈറ്റും ഇതെല്ലാം കൊടുത്ത് ഇൻഡിക്കേറ്ററെല്ലാം കൊടുത്തേക്കുന്നത്. ഹാൻഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആംബിയർ മീറ്റർ ഉണ്ട്, ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇതിൽ നിന്ന് നോക്കിയിട്ടാണ് കറക്റ്റായിട്ട് ആംബിയർ കറക്റ്റ് ആയിട്ടുള്ള ലെവൽ മൈനസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആംബിയർ ഡീകംപ്രസർ വെച്ചിട്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ട് ഇത് സെൻറ്ററിലേക്ക് വരണം. അതിനുശേഷം മാത്രമേ കിക്ക് അടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ കാല് നമ്മുടെ പൊളിയും. അത്രയും പവറായിട്ടാണ് വരുന്നത്. പിന്നെ അത് പറഞ്ഞ പോലെ ഡീകംപ്രസർ ഇവിടെയുണ്ട്, പിന്നെ ഒരു ഹോണുണ്ട്, ഇൻഡിക്കേറ്റർ, പിന്നെ ലൈറ്റ്സിൻ്റെ സ്വിച്ചസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷോക്കപ്സിൻ്റെ പഴയ ഒരു ഷോക്കപ്സാണ്, ഗ്യാസ് ചാർജ് ഷോക്കപ്സ് ഒന്നുമല്ല, പണ്ടത്തെ ഷോക്കപ്സാണ്. കഴിച്ചപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു റൈഡ് പോവാം. റൈഡ് പോയതിനു ശേഷം നമുക്ക് സംസാരിക്കാം.
ഗൈസ് അപ്പോൾ ഇതിൻ്റെ സൗണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ മെയിൻ സംഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ളൊരു വണ്ടിയാണ്. ഒരു 10-30 വർഷം പഴക്കമുള്ള വണ്ടി എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. പിന്നെ എൻ്റെ സൗണ്ടും ആയിരിക്കുന്ന പോകുന്ന ഒരു ഫീൽ, ഇതാണ് ശരിക്കും ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ. വൈബ്രേഷനൊക്കെ വളരെ കുറവാണ് ഇതിൽ. നമ്മുടെ ഇപ്പോഴത്തുള്ള ബുള്ളറ്റിനെ അപേക്ഷിച്ച് വൈബ്രേഷൻസൊക്കെ വളരെ കുറവാണ്. പിന്നെ ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണെങ്കിൽ ഇത്രയും വർഷമുള്ള പഴക്കം വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കും വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടിൽ ദെൻ ബൈ.